ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ റമദാൻ ഡീപ്പ് ക്ലീനിങ് ഡേ 1 ആണ് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. റഫീഖ ഡ്യൂട്ടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും കുറേ സമയമുണ്ടല്ലോ, ഇനിയും ഏകദേശം എന്താ പറയുക 10-20 ദിവസത്തോളം ഇനിയുണ്ടല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ ദിവസങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോകും. പക്ഷെ ദിവസം ഉണ്ട്, പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ക്ലീനിങ്ങും ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം വൃത്തികേടാകാത്ത ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്ത് പോവാം. പിന്നെ ലാസ്റ്റിലേക്ക് ആകുമ്പോൾ എല്ലാം കൂടി ചെയ്ത് എന്താ പറയുക തലകുത്തി മറിഞ്ഞ് പണിയെടുക്കേണ്ട ആ ഒരു ആവശ്യം വരില്ല കേട്ടോ. നമ്മൾ ഇപ്പം തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ ചെറുതായിട്ട് ഒന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇന്നലെ ഞാൻ ഉപ്പേരിക്കുള്ള ചീര ഉണ്ടായിരുന്നു, അപ്പോൾ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിക്കുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ ഇത് രാവിലെ കട്ട് ചെയ്തതാണ് കേട്ടോ. മീൻ ക്ലീൻ ചെയ്ത് മുളകൊക്കെ പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ജസ്റ്റ് ആക്കിയെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മൾ ക്ലീനിങ് ഒക്കെ ഉണ്ടാകുന്ന ദിവസം ഒന്നുകിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഒന്നുകിൽ രാവിലെ വേഗം കുക്കിംഗ്, അതായത് ലഞ്ചിലേക്കുള്ളത് പെട്ടെന്ന് ആക്കിയെടുക്കുക. അത് എന്തെങ്കിലും സിമ്പിളായിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാം ആക്കിയെടുക്കേണ്ടവർ ഉണ്ടാവുമല്ലോ, ഒട്ടും സിമ്പിളാക്കാൻ പറ്റാതെ ആ റൂട്ടീൻ പോലെ എന്നത്തെയും റൂട്ടീൻ പോലെ അന്നത്തെയും ദിവസം പോകേണ്ടതായിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ തലേ ദിവസം എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെക്കുക, ഫിഷെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ ഒന്നും പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാവും. പിന്നെ നമ്മളൊരു ക്ലീനിങ്ങിനുള്ളൊരു ആ ഒരു ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ ഒന്ന് ഒരുങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിലും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുക, തേങ്ങ ചിരകി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാലും മതി കേട്ടോ. കുറച്ചുകൂടി ഒന്ന് ഈസി ആയിക്കോളും. ഇനിയിപ്പോൾ ഞാൻ സാഹചര്യത്തിനനുസരിച്ച് എന്ന് പറഞ്ഞത് തലേ ദിവസം നിങ്ങൾ ലഞ്ച് കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും നല്ലതാട്ടോ. കറിയൊക്കെ ആക്കി വെക്കുക, ചിലപ്പം എന്തെങ്കിലും ഒരു മീനൊക്കെ ഒന്ന് മുളകിട്ട് വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ലഞ്ചിലേക്കുള്ള കറിയൊക്കെ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പം ഞാൻ അങ്ങനെയൊന്നും ആക്കി വെച്ചിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീര ഉപ്പേരിയാണ്. അപ്പോൾ അതിലേക്ക് തേങ്ങ ഒന്ന് ഞാൻ ക്രഷ് ചെയ്തിട്ടെടുത്തു. തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തു. പിന്നെ ഇനി പരിപ്പും പപ്പായല്ലേ നമ്മളെ കർമൂസ, അതും കൂടെ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കർമൂസയൊക്കെ ഞാൻ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു തക്കാളി, 1-2 പച്ചമുളക്, പിന്നെ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള പപ്പായല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്നുകിൽ വേണമെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്ന സമയത്ത് ആ കറികളൊക്കെ ഉണ്ടാവില്ലേ, അത് മതിയെങ്കിൽ അത് തന്നെ മതി കേട്ടോ. അത് ഇനിയിപ്പോൾ സാമ്പാറാണെങ്കിൽ അത് കുറച്ച് കൂട്ടി ഉണ്ടാക്കുക, പിന്നെ മീൻ അങ്ങനത്തെ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് തന്നെ ഒന്നങ്ങനെ ഒട്ടും സമയമില്ലാത്തവർ, ചിലപ്പം കുട്ടികളൊക്കെ ഉള്ളവർ, ക്ലീനിങ്ങിനൊന്നും ഒട്ടും സമയം കിട്ടാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താലും മതി കേട്ടോ. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. എന്നാൽ പിന്നെ ഒരു തോരനും കൂടെ ഉണ്ടാക്കിയാൽ നമ്മളെ ലഞ്ചും കൂടെ അതിൻ്റെ കൂട്ടത്തിലങ്ങ് റെഡി ആയി കിട്ടൂലേ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കുക്കറിൽ ചോറ് വിസിലടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്ന് എയർ ഒന്ന് പകുതി പോയതിന് ശേഷം അതൊന്ന് ഊറ്റിയെടുക്കണം. പിന്നെ നമ്മൾ കുക്കറിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ചൊരു പേരിന് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കറി റെഡിയായി. അത് റെഡിയായി കിട്ടിയാൽ പിന്നെ അതൊന്ന് ഇടാനും കൂടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് സിമ്പിളാക്കിയിട്ട് എടുക്കാം കേട്ടോ. കാരണം നമുക്ക് ക്ലീനിങ്ങിനും കുറേ സമയം നമുക്ക് പോകും. അപ്പോൾ കുക്കിങ്ങിനായിട്ട് നമ്മൾ അങ്ങനെ കുറേ സമയം നമ്മൾ ചിലവഴിക്കരുത്. അപ്പോൾ നമ്മൾ ഉച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടി വരും. ഞാനൊരു എന്താ പറയുക എല്ലാം കൂടി ചെയ്യുന്നില്ല, ഞാൻ പറയാം. അതിനനുസരിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചോറവിടെ എയറെല്ലാം പോകാനായിട്ടുണ്ട്. അപ്പം അതൊന്ന് വാർത്തെടുക്കണം. പിന്നെ കുക്കറിൽ പരിപ്പ് കർമൂസ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരടുപ്പിൽ ഞാൻ ചീരപ്പേരിക്ക് ഉള്ള കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതും പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിയിലേക്ക് നമ്മൾ തേങ്ങയും ഒക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒന്ന് രണ്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ജംഷി ഡയറ്റിംഗ് എല്ലാം നിർത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡയറ്റൊന്നും ചെയ്യുന്നില്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ റഫീഖ നടുവേദനയായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഗസ്റ്റും അതുപോലെ തന്നെ മൊത്തം റൊട്ടീന് തലകുത്തി മറിഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു. കാര്യം ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം ചെയ്യുന്നുണ്ട്, ഒന്നും കറക്റ്റല്ല. ഒരു ടൈമിങ് മൊത്തത്തിലങ്ങ് മാറി. എന്നാലും ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ, 5 മണി 6 മണിക്ക് ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ അതൊരു 7 മണി 7:30 8 മണിയിലേക്കൊക്കെ പോകും. അങ്ങനെ കുറച്ചും ഇങ്ങനെ വൈകുക എല്ലാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഡയറ്റും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് ആ കറക്റ്റ് സമയത്ത് ഒരു 8 മണിക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊക്കെ പ്രശ്നമല്ലേ. പിന്നെ റഫീഖാക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 1.5 മാസത്തോളം നമുക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നില്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ടൈമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ കൈക്കൽ അളവ് കണക്ക് തന്നെയാണ്, ഒരുപാടല്ല. കൈക്കൽ അളവ് കുറച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടായിരുന്നു മാത്രം. ഇനിയിപ്പോൾ രണ്ടാമതും ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാഹ്. പിന്നെ നടക്കാനും അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഒരു പ്രോപ്പറായിട്ട് എനിക്കങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു നല്ല ഇൻട്രസ്റ്റോട് കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവരണമെന്നുണ്ട്. പിന്നെ നമ്മൾ മീനൊക്കെ ഒന്ന് പൊരിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ ഉപ്പേരിയും ആകുന്നുണ്ട് കേട്ടോ. ഉപ്പേരി പെട്ടെന്ന് ആയിക്കോട്ടെ, നല്ല ഇളയ ചീരയാണ് ഇത്. ഉപ്പ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ചീരയും കോളിഫ്ലവറും ക്യാബേജും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ, വീഡിയോ എടുക്കാനൊന്നും. 1-2 തവണ പോയത് രാത്രിയിലായിപ്പോയി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മഴയത്ത് കോളിഫ്ലവറൊക്കെ പറിച്ചു കൊടുക്കേണ്ടതായിട്ടും വന്നു കേട്ടോ. ഒരു മഴ അങ്ങോട്ടേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ 2-3 മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മഴയത്ത് ആ സമയത്ത് മഴ ഇല്ലാത്തതാ. പക്ഷെ അങ്ങനെ മഴ പെയ്തപ്പോൾ കോളിഫ്ലവറൊക്കെ റെഡി ആയിട്ട് നല്ല വലുത് കിട്ടാം. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതിനേക്കാളും വലുപ്പമുണ്ട്. എന്നിട്ട് മഴ പെയ്തപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കറുപ്പടിച്ചിട്ട് അത് ചീഞ്ഞു പോകും. അപ്പോൾ കടയിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ ക്യാബേജ് പിന്നെ ആവുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. പിന്നെ ചീര അങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ, അവിടുത്തെ യൂസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറച്ച് ചീരയും ബീൻസും കോളിഫ്ലവറൊക്കെ കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ചീര ഉപ്പേരിയാക്കിയത് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ആദ്യത്തെ ആ ഒരു വിളവാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പേരി പോകുമല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, 2 മിനിറ്റ് പോലും വെച്ചിട്ടില്ല, അപ്പോഴത്തേക്കും ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനെന്നിട്ട് അത് വേവ് കൂടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അടപ്പ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തുറന്ന് വെച്ചതായിട്ടുള്ളത്. ആവിയിൽ നിന്നിട്ടും കൂടെ വേവൂലേ. അപ്പം അങ്ങനെയും കൂടെ വെന്ത് പോയാൽ ചീരക്ക് ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇനിയിപ്പോൾ നമ്മളെ കുക്കറിലെ കറിയും കൂടെ ഒന്ന് പരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വറവിട്ടെടുക്കട്ടെ. വെളിച്ചെണ്ണയിൽ കടുകും ഞാൻ പരിപ്പ് കറിക്ക് എനിക്ക് ഈ വെളുത്തുള്ളിയില്ലേ, അതിങ്ങനെ കഴുകിയിട്ട് തൊലിയോടുക്കനെ നമ്മൾ വറവിടാൻ വേണ്ടി വയ്ക്കൂലേ, ഇങ്ങനെ മൂപ്പിക്കൂലേ വെളുത്തുള്ളി. ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരിപ്പ് കറിയിൽ. അപ്പോൾ ഞാൻ എപ്പോൾ പരിപ്പ് കറി താളിക്കുകയാണെങ്കിലും അങ്ങനെയും കൂടെ ചെയ്യും. ചിലർ പരിപ്പ് കടുക് മാത്രം ഇടും, ചിലർ കടുകിടില്ല, വെളുത്തുള്ളി മാത്രം ഇടും, അങ്ങനെയൊക്കെ അല്ലേ. ഞാനിത് രണ്ടും എനിക്കിഷ്ടമാണ് കേട്ടോ. ആ ഒരു വെളുത്തുള്ളി ഇങ്ങനെ മൂത്ത് വരുന്ന ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ നേരം നമുക്ക് കിച്ചണിൽ നിൽക്കാനുള്ള ഒരു ടൈം ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഫുഡൊക്കെ റെഡിയായി വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയം വരെ ക്ലീനിങ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ടയേർഡായി ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനത്തെ ഏരിയകളാണ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഫസ്റ്റിൽ. പിന്നെ നമുക്ക് ബാക്കി അങ്ങനെ പിന്നെ നമുക്കെല്ലാം കവർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ വേഗം ഒന്ന് കിച്ചണൊന്ന് ക്ലീനാക്കിയും കൂടെ എടുക്കട്ടെ കേട്ടോ. അതൊക്കെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു, ഇന്ന് തുടക്കാനൊന്നുമില്ല. ഫുഡാക്കി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കിച്ചൺ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് ചെയ്യാതെ നമ്മളെ വേറെയുള്ള പണികൾക്ക് പോയിട്ട് കാര്യമില്ല. തിരിച്ചു വന്നിട്ട് നമ്മൾ ഇതും കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നല്ല മടി വരും. അപ്പോൾ നമ്മുടെ ഈ ചെടിയില്ലേ, ഇത് മാഷാ അല്ലാഹ് നല്ല റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു നമ്മളെ ഇവിടുത്തെ ആ ഒരു ഇതായിട്ട് സ്ഥലമൊക്കെ ആയിട്ടൊന്ന് സെറ്റാവൂലേ, ആ റെഡിയായി വന്നിട്ടുണ്ട്. പൂവൊക്കെ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് ഇതിൽ നിന്ന് ഉള്ളത് ഉണ്ടായിട്ട് ഇപ്പോൾ പൂ കിട്ടും കേട്ടോ. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പട്ടേൻ്റെത് കാണിച്ചപ്പോൾ പട്ടമരം കാണിച്ചു തരുമെന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പട്ടേൻ്റെ തൈ. ആ ഒരു ആന്തൂറിയത്തിൻ്റെ രണ്ടിൻ്റെയും സ്റ്റാൻഡിൻ്റെ ഇടയിലാണ് കേട്ടോ അത് വരുന്നത്.
നമ്മളിതൊരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു മരം തൈ നട്ടിട്ട്. ഭയങ്കര വലിയ മരമൊന്നുമല്ല, ഇതാ ഇത്രയാണ് വരുന്നത്, ഇത്ര തടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന്ന് കമ്പ് എടുത്തിട്ടാണ് നമ്മൾ ആവശ്യത്തിനുള്ള പട്ട എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ മരം വരുന്നത്. ഇത് നമ്മളെ ഇലമംഗലത്തിൻ്റെ ഇലയില്ലേ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ലീഫാണ് കേട്ടോ ഇതിനുള്ളത്. പക്ഷേ ആ ഒരു അടയൊന്നും ഇതിലുണ്ടാക്കാൻ പറ്റില്ല ഇലയിൽ. വലിയ മരമല്ല കേട്ടോ, അതിൻ്റെ കമ്പ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചാഞ്ഞിട്ട് കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ വെട്ടേണ്ടി വരലുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് നമ്മൾ പട്ടയായിട്ട് നമ്മൾ എടുക്കലേ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഗ്രാമ്പൂ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഗ്രാമ്പൂ വെള്ളം നിൽക്കുക അങ്ങനെ എന്തോ ആയിട്ട് മരം തൈ ചീഞ്ഞു വരും. ഗ്രാമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു തവണ ഒരു 10-20 ഗ്രാമ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോയി കേട്ടോ, ഭയങ്കര സങ്കടമായി അത് പോയപ്പോൾ. കാരണം കായ് ഇട്ടിട്ട് നമുക്ക് കിട്ടിയിട്ട് പോവുകയല്ലേ. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പം നമ്മളെ ക്ലീനിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മളെ വീട്ടിലെ അലമാരകൾ 4 അലമാരയാണ് നമുക്കുള്ളത്. 4 അലമാരയും ക്ലീൻ ചെയ്യാമെന്നാണ് ഇന്നത്തെ എൻ്റെ ഒരു ക്ലീനിങ്ങിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് കേട്ടോ. കാര്യം ഞാൻ അലമാര സെറ്റ് ചെയ്യാൻ അലമാര ക്ലീൻ ചെയ്ത് സെറ്റാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ തുടക്കലും പെറുക്കലും ഒക്കെ ആക്കണ്ട, കാരണം നമുക്ക് ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ ബെഡ്റൂം നമുക്കിനി ക്ലീൻ ആക്കാൻ വരുമ്പോൾ അലമാര വലിച്ചിട്ട് ക്ലീൻ ആക്കേണ്ട ആ ഒരു മടി നമുക്ക് ഉണ്ടാവില്ല, കാരണം അലമാര സെറ്റായിട്ടിരിക്കും. അപ്പോൾ ആദ്യം എല്ലാ റൂമിലെയും അലമാരകൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ലീൻ ചെയ്യാൻ മീൻസ് എല്ലാ ക്ലോത്തും പുറത്തെടുത്തിട്ട് ഉള്ളൊക്കെ ഒന്ന് തട്ടി, എന്തായാലും പൊടി ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും മടക്കി വെക്കും, പക്ഷേ അത് പുറത്തൊക്കെ എടുത്ത് റാക്കൊക്കെ തട്ടി ക്ലീൻ ചെയ്ത് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെത് ഞാനും ക്ലിയറായിട്ട് മടക്കിയിട്ട് തന്നെയാണ് വെക്കാറ്. ഒന്ന് ഇങ്ങനെ റെഡിയാക്കാനേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോയതൊക്കെ ഉണ്ടാവില്ല നമ്മൾ എടുക്കുമ്പോൾ, അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് വെക്കാനേ ഉണ്ടാവുള്ളൂ. പക്ഷെ കുട്ടികളുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവരുടെ അലമാരൊക്കെ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞിരിക്കൂലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ പണി കൂടുതലുണ്ടാവും. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളൊക്കെ ഇതിപ്പോൾ ഞാൻ നമ്മളെ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു മൈക്രോ ഫൈബർ ക്ലോത്തിൻ്റെ ഒരു സോക്സ് പോലത്തെ ഒരു സാധനം കേട്ടോ, അത് കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പൊടി പറന്ന് നമ്മൾ മുക്കിലേക്കൊന്നും ആവില്ല, അതിൽ തന്നെ കിട്ടി നല്ല നീറ്റായിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ അരുവും മൂലയൊക്കെ നമുക്കിങ്ങനെ നല്ല നീറ്റായിട്ട് പൊടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഷോക്സ് ഇല്ലേ, നമ്മൾ വേണ്ടാത്തൊരു ഷോക്സ് കയ്യിലിട്ടിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ പൊടിയൊന്ന് തട്ടിയെടുക്കട്ടെ. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് വലിച്ചിട്ടിട്ട് നന്നാക്കിയിട്ട് എടുക്കുകയല്ല, ഒരു 2 റാക്ക് വീതം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ വലിച്ച് വാരി ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയതാണ്. നിങ്ങൾക്ക് എല്ലാം കൂടെ പുറത്തെടുത്തിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് എല്ലാം കൂടെ എടുത്ത് വെക്കുക അങ്ങനെയാണ് ഇഷ്ടമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്തോ. എനിക്കിപ്പോൾ കൂടുതൽ മടക്കി വെക്കാനില്ലല്ലോ, മടക്കിയത് സെറ്റാണ്, ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്യാനേ ഉള്ളൂ കേട്ടോ മടക്കിയത്. പിന്നെ കുട്ടികളുള്ള അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുട്ടികളെ കൊണ്ട് തന്നെ മടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക കേട്ടോ. അവരെ അലമാര അവരെ കൊണ്ട് തന്നെ മടക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം ആണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അവർ ബെഡ്റൂം, അതുപോലെ തന്നെ അവരെ അലമാര, അവർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാൻ ഒക്കെ നോക്കുക. നമ്മളൊരു ശ്രദ്ധ വേണം, നമ്മളൊന്ന് നോക്കുക മാത്രം ചെയ്യുക, അല്ലാണ്ട് അവർ ചെയ്തത് പിന്നെ അതിൻ്റെ മുകളിൽ ചെയ്യാനോ അങ്ങനെ നിൽക്കണ്ട. അവരെ അലമാര അവരെ കൊണ്ട് തന്നെ മടക്കി വെപ്പിക്കുക. പിന്നെ അവർ ചെയ്ത് നീറ്റായിക്കോളും കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പണി കുറച്ചുകൂടി ഈസി ആയിട്ടും മാറുള്ളൂ. മറ്റ് ഇത്രയും അലമാരകൾ നമ്മൾ മടക്കി വെച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടൈമും ടയേർഡും ആവും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ എൻ്റെത് കണ്ടല്ലോ നിങ്ങൾ, എനിക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ അടുക്കി പെറുക്കാനേ ഉള്ളൂ, എങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാനേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ എല്ലാം കൂടെ മടക്കി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ 2 റാക്കാണ് തുടച്ചെടുത്തത്. അപ്പോൾ അതിനുശേഷം ആ റാക്കിലേക്കുള്ളത് ഞാൻ നമ്മളെടുത്തത് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പിന്നീട് നമ്മൾ ഈ ബെഡ്റൂമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ, ക്ലീൻ ചെയ്യാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ജനലും വാതിലും അതുപോലെ തന്നെ കട്ടിലൊക്കെ ഒന്ന് തുടച്ച് അലമാരിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് തുടച്ചൊന്ന് പോകാനേ, ജനലും വാതിലൊക്കെ ഒന്ന് തുടച്ച് പോകാനേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഈസിയാവും കാര്യങ്ങൾ. എന്നാൽ നമ്മൾ നേരത്തെ തുടങ്ങുന്നതുകൊണ്ട് എന്താ പറയുക, ഇപ്പോൾ ജനലൊക്കെ നേരത്തെ തുടങ്ങിയാൽ നമുക്കൊരു കുറേ ദിവസം കഴിഞ്ഞ് തുടങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഫീൽ വരില്ലേ. അപ്പോൾ അതുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടൈം അങ്ങനെ പോവുകയില്ല. അപ്പോൾ അങ്ങനത്തെ ഏരിയകളാണ് ഞാൻ ആദ്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ.
ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നതെന്ന് മാത്രം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയുന്ന തന്നെയായിരിക്കും. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പം എനിക്കങ്ങനെ വേറെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നലുണ്ട് കേട്ടോ. ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ കാണുമ്പോൾ വേഗം പോയിട്ട് എൻ്റെ അലമാരയും അല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂമും ക്ലീൻ ചെയ്യട്ടെ, അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു ഇത് വരലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ലതല്ലേ എന്ന് വിചാരിച്ച് പറയുന്നതെന്ന് മാത്രം. പിന്നെ നിങ്ങളെ വീട് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാനിഷ്ടം, എങ്ങനെയാണോ ക്ലീൻ ചെയ്യാനിഷ്ടം, ആ രീതിയിലൊക്കെ ക്ലീൻ ചെയ്യുക കേട്ടോ. ഒരു മടി പിടിക്കാത്ത രീതിയിൽ, നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഒരലമാരയല്ല കേട്ടോ, 4 എണ്ണം കിടക്കുന്നുണ്ട്. പിന്നെ വാവൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. വാവൻ്റെ അലമാര വാവൻ്റെ നല്ല നീറ്റായിട്ട് വെക്കും കേട്ടോ. ഈ അലമാരയെല്ലാം കുറച്ചുകൂടെ അത്ര ബുദ്ധിമുട്ടില്ല. കാര്യം റഫീഖാൻ്റെ ഡ്രസ്സാണ്, അത് നമ്മൾ എടുത്ത് അയൺ ചെയ്ത് കൊടുക്കുന്ന അങ്ങനെയൊക്കെ അല്ലേ വരുള്ളൂ. പിന്നെ ഡെയിലി വേഴ്സ് വെക്കുന്ന അലമാരയാണ് എനിക്ക് കുറച്ചൊരു ടാസ്ക് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ ഏത് അലമാര നമ്മൾ ശരിയാക്കി വെക്കുമ്പോഴും ഓരോരുത്തരുടെ ഡ്രസ്സൊന്നും നമുക്ക് നമ്മൾ ഇടും എന്ന് വിചാരിച്ചിട്ട് വെക്കുന്ന ഡ്രസ്സുകളുണ്ടാവും. എന്നാൽ നമ്മൾ യൂസ് ചെയ്യില്ല. അത് നല്ലതാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. വെറുതെ നമ്മളിങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മുടെ അലമാര ഒന്ന് ഫ്രീ ആവുകയും ചെയ്യും, നമുക്ക് സ്പേസ് കിട്ടുകയും ചെയ്യും, അത് ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുകയും ചെയ്യും കേട്ടോ. നമ്മളിവിടെ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെതാണെങ്കിലും റഫീഖാൻ്റെ ഒക്കെ ഡ്രസ്സുകൾ നമ്മൾ ഫാമിലിയിൽ തന്നെ കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാത്തത് പിന്നെ എക്സ്ട്രാ ഉള്ളത് ഇവിടെ ഇങ്ങനെ നമുക്ക് വരും കേട്ടോ. ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ആളുകൾ വരും ഇങ്ങനെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയും കൊടുക്കും കേട്ടോ. അല്ലാണ്ട് ഞാൻ വേണ്ടാത്ത അല്ലെങ്കിൽ എനിക്ക് പറ്റാത്ത ഡ്രസ്സുകളൊന്നും ഞാനിങ്ങനെ എടുത്ത് വെക്കുകയില്ല കേട്ടോ. ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഒരു ശീലം അതില്ല കേട്ടോ. എനിക്ക് കിട്ടുമ്പോൾ അതിൽ കുറച്ച് ഞാൻ ഇങ്ങനെ ആർക്കെങ്കിലും ഒഴിവാക്കി അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു 2 റാക്കുകളിൽ നമ്മൾ ക്ലീൻ ചെയ്ത് അത് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ എടുത്ത് വെച്ചു. ഇനി അടുത്ത റാക്ക് ഇതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളൊരു ക്ലീനിങ് പരിപാടിയല്ല. നമുക്ക് തന്നെ അറിയാമല്ലോ, ഇങ്ങനെയൊന്ന് തുടച്ച് മടക്കി വെച്ച് അങ്ങനെയൊന്ന് റിലാക്സ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു ബെഡ്റൂം ക്ലീൻ ചെയ്യാൻ വരിക എന്ന് കൂട്ടിക്കോ, നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ക്ലീനിങ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ കട്ടിൽ തുടച്ച് ജനല് വാതിൽ തുടച്ച് എന്നിട്ട് പിന്നെ നമുക്ക് അലമാര ക്ലീൻ ചെയ്യാനുണ്ട്. ഇതൊക്കെ ഒന്ന് വലിച്ച് പുറത്തേക്ക് എടുത്ത് വെച്ച് ക്ലീൻ ചെയ്ത് തിരിച്ച് മടക്കി എടുത്ത് വെക്കണം എന്ന് വിചാരിക്കുമ്പോൾ അതൊരു വലിയ പണി തന്നെയല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അത് നമുക്ക് ഒഴിവായി കിട്ടും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കത് ഒഴിവായി കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റൂം കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ആ ഒരു സമയത്തേക്ക് അത് യൂസ്ഫുൾ ആവും കേട്ടോ. പിന്നെ ഇനി പൊടി പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി അലമാരയിലേക്ക് ഇല്ലല്ലോ. നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ മടക്കി വെച്ച് പോകും, പക്ഷേ എടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വെക്കുന്നില്ലല്ലോ എപ്പോഴും. അലമാര ഞാൻ വല്ലപ്പോഴും അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ, എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ മടക്കലും ഒതുക്കി പെറുക്കലും എപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്. അലമാര മടക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മെയിനായിട്ടുള്ള സംഭവം ഇത് തന്നെയാണ് കേട്ടോ. ഒഴിവാക്കാനുള്ളത് നമ്മൾ എന്താ പറയുക, കണ്ണും കൂട്ടി ഒഴിവാക്കുക തന്നെ ചെയ്യുക. നമുക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മൾ ഇടൂല എന്ന് തോന്നുന്ന സംഭവങ്ങൾ നമ്മൾ മാറ്റി തന്നെ ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിലാണ് നമ്മളെ വീട്ടിൽ ഇതിങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് കൂടി അലമാരയിൽ സ്ഥലമില്ലാതെ ആ ഒരു രീതിയിലേക്കും അത് മാറും. ഒന്ന് അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും, ഒന്ന് അടുത്ത കാര്യം നമ്മൾ വെറുതെ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്ഥലമില്ലാണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴാണ് നമ്മളെ ക്ലീനിങ് ടാസ്ക് ആയിട്ട് മാറുന്നത് കേട്ടോ. എപ്പോഴും സ്പേസ് ഉണ്ടാവണം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ വീട്ടിൽ വെക്കുക, വേണ്ടാത്ത സാധനം നമ്മളപ്പോൾ ഡീക്ലട്ടറിങ് ചെയ്ത് ഒഴിവാക്കുക. അത് ക്ലീനിങ്ങിൻ്റെ ഒന്നാമത്തെ കാര്യം തന്നെയാണ് കേട്ടോ. എല്ലാത്തിലും ഇപ്പോൾ ഞാൻ അലമാരൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കബോർഡ് കാര്യങ്ങൾ, പാത്രങ്ങൾ, അങ്ങനത്തെ മസാല പൊടികൾ അതിലൊക്കെ വരുമ്പോൾ ഒക്കെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ് കേട്ടോ. പിന്നെയാണ് ക്ലീനിങ്ങിന് രണ്ടാമത്തെ ചാൻസാണ് ക്ലീനിങ്ങിന് വരുന്നത്. അപ്പോൾ ഇതാ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ വെക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെയും ഒന്ന് നീറ്റാക്കിയിട്ട് വെച്ചു. അപ്പോൾ അങ്ങനെ ഈ അലമാര മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഇവിടുത്തെ ഇതിലാണ് എൻ്റെ മറ്റേത് റഫീഖാൻ്റെ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സുകൾ വെക്കുന്ന, ഓഫീസിലേക്ക് ഇടുന്ന ഡ്രസ്സുകൾ വെക്കുന്ന ഏരിയ. ഇത് എൻ്റെ
എന്താ പറയുക ഫംഗ്ഷന് ഇടുന്ന പാർട്ടി വെയർ അങ്ങനെ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സുകൾ വെക്കുന്ന അലമാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മടക്കൽ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമല്ലോ അപ്പോഴാണ് ഇത് കൊളാവുക. കാര്യം നമ്മൾ ഫാമിലിയിൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വേണം ഇത് വേണം മറ്റേത് വേണം മറിച്ചത് വേണം പറഞ്ഞ് എടുത്ത് ചിലപ്പോൾ അയൺ ചെയ്തും ചിലപ്പോൾ അത് ഇടൂല ചിലപ്പോൾ വേറെ ഇടും അങ്ങനെ നോക്കിയിട്ട് നമ്മൾ പരിപാടിയൊക്കെ കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് മടക്കി എടുത്ത് വെക്കാനുള്ളൊരു അതും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വെയിലത്തൊക്കെ ഇട്ട് എടുത്ത് വെക്കൂലേ അങ്ങനെ ആകുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പെൻഡിങ് വരും കേട്ടോ. അങ്ങനെയാണ് ഇത് കുറച്ച് അലങ്കോലാവുക. പക്ഷേ ടൈം കിട്ടുമ്പോൾ എടുത്തിട്ട് ഞാനെല്ലാം ഒതുക്കിപ്പുറക്കി ഹാങ് ചെയ്ത് ഒക്കെ വെക്കലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒന്നും അഴകൊഴയായിട്ടിരിക്കുന്നില്ല, എല്ലാം മടക്കിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാം ഒന്ന് എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പൊടിയൊക്കെ തട്ടി ക്ലീൻ ചെയ്തിട്ട് ഒന്ന് തിരിച്ചെടുത്ത് വെക്കാനേ ഉള്ളൂ കേട്ടോ. എനിക്ക് കാര്യമായിട്ട് അത് തന്നെയാണ് വരുന്നത് ഈ അലമാരയിലും. അപ്പോൾ ഞാൻ വാവൻ്റെ അലമാരയിൽ വാവനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാവ അത് ക്ലിയർ ആക്കുന്നുണ്ട്. വാവൻ്റെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കൂടുതലൊന്നും ക്ലിയർ ആക്കാനൊന്നുമില്ല, എപ്പോഴും ഇതുപോലെ തന്നെ മടക്കിയിട്ട് തന്നെയാണ് വെക്കുക. ജസ്റ്റ് ഒന്ന് പുറത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാവ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ വീട്ടിലുള്ള ഓരോരുത്തർക്കുണ്ട്. ഇപ്പം നമ്മളെ മക്കൾ കിടക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കൾ കിടക്കുന്ന ബെഡ്റൂമിൽ അവരെ സാധനങ്ങൾ വെക്കുന്ന സ്ഥലങ്ങൾ അത് അവരോട് പറയാം. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക മാത്രം ചെയ്യുക, ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്യുക മാത്രം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്കൊരു ഇത് കിട്ടുള്ളൂ. എല്ലാം നമ്മളെ തലയിൽ വെച്ചിട്ട് എല്ലാ ക്ലീനിങ്ങും നമ്മൾ തന്നെ ചെയ്യണം അങ്ങനെ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തത് കൊണ്ടാണ്, എല്ലാം നീറ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് വലിയ പ്രശ്നമില്ലാത്തതില്ല. എല്ലാം നീറ്റായിട്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഡെയിലി വേഴ്സ് വെക്കുന്ന അലമാരയിൽ കുറച്ച് പ്രശ്നം തന്നെയാണ് കേട്ടോ. അവിടെ എനിക്ക് നല്ലൊരു പണിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ഫുഡെല്ലാം ആക്കിയിട്ട് അങ്ങനത്തെ കിച്ചണിലെ പണികൾ തീർന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് വരണം കേട്ടോ. എന്നാൽ കിച്ചണിലെ പണി ഭയങ്കരമായിട്ട് എടുക്കുകയും ചെയ്യരുത്, ഒരു പാകത്തിന്. ഇപ്പോൾ ഈ ക്ലീനിങ് അല്ല ഇനി വേറെ ക്ലീനിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോഴും കുറച്ച് സിമ്പിളായിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് എണ്ണ ഒന്ന് കുറച്ച് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇവിടെ നമുക്ക് ആ ഒരു എനർജിയും ആ ഒരു ടൈമും നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ തലേ ദിവസം എന്താണ് ഉണ്ടാക്കേണ്ടതെന്നൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ രാത്രി നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡൊക്കെ വരുമ്പോൾ അവരുടെ കയ്യിലൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ഫുഡ് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുമ്പോൾ ആ ഒരു പകലിൽ നമുക്ക് അവർ ഉറങ്ങുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ടൈം ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇത്രയും അലമാരകൾ നിങ്ങൾ ഒരുമിച്ച് ക്ലീൻ ചെയ്യണമെന്നില്ല കേട്ടോ. അത് വേറൊരു കാര്യമാണ്. എല്ലാവരോടും നിങ്ങൾക്ക് ഇത് ഇന്ന് തന്നെ തീർക്കണം, ഇപ്പം ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്ക് തീർക്കാം എന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ട്. എനിക്ക് വേറൊരു പ്രശ്നങ്ങൾ എനിക്ക് വരുന്നില്ല. ഫുഡാക്കി കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ഇതിലേക്ക് ഞാൻ പോകുന്നില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് അതല്ല, നിങ്ങളെ ജീവിത സാഹചര്യം നിങ്ങളെ വീട്ടിലത്തെ സാഹചര്യത്തിനനുസരിച്ച് പല കാര്യങ്ങളിലേക്കും മാറേണ്ടൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ രാത്രിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിലോ ഒക്കെ ചെയ്ത് തീർത്താൽ മതി കേട്ടോ. ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നീട് നമ്മളത് ചെയ്യാൻ വേണ്ടി വരരുത്. ആ ഒരു രീതിയിൽ ക്ലീനായിട്ട് ചെയ്യുന്നത് ഓരോ ഭാഗമാണെങ്കിലും ഓരോ ഭാഗം ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാം വലിച്ചിട്ട് ഞാൻ ചെയ്യാത്തത്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് എനിക്ക് അങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല. കാര്യം അലമാര മൊത്തം വലിച്ചിട്ട് പുറത്തേക്ക് ബെഡിലേക്ക് ഇട്ടിട്ട് പിന്നെ ക്ലീൻ ചെയ്ത് പിന്നെ എടുത്ത് വെക്കുമ്പോൾ എനിക്ക് എന്തോ കുറേ പണിയുള്ളതുപോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 2 റാക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് ഒരു വിഷമം തോന്നൂല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും നമ്മളെ വീട്ടിലേക്ക് വരിക, ഇപ്പോൾ ഗസ്റ്റ് എന്തെങ്കിലും വരിക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വരുമല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ നമുക്കിത് അങ്ങ് എടുത്ത് വെച്ചിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. നമ്മളൊന്നും വലിച്ച് വാരിയിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഇതിന് വേറെ ആ ഒരു ഗുണവും കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇന്ന് തന്നെ തീർക്കണം, ഇപ്പം തന്നെ തീർക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ. കാരണം നമ്മൾ ടൈം ഒരുപാടുണ്ട്, നമ്മൾ നേരത്തെ ഒരുങ്ങി ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതില്ലേ, ഇതെൻ്റെ വെഡ്ഡിങ് സാരിയാണ് കേട്ടോ, കല്യാണ സാരിയാണ്. അതായത് ഇവിടുന്ന് റഫീഖാൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നിരില്ലേ, അതായത് നമ്മൾ ഉടുപ്പിച്ച് കൊണ്ടുവരില്ലേ ചെയ്യുക അന്നൊക്കെ, ആ സാരിയാണ് കേട്ടോ. നല്ലൊരു കളറാട്ടോ ഇത്. ഓറഞ്ച് ആയിട്ടാണ് തോന്നി ഇതിൽ കാണുന്നത്, പക്ഷേ അല്ല, ഒരു പീച്ച് കളറാട്ടോ. നല്ല ഭംഗിയുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു സാരി. ഞാനിത് മച്ചൻ്റെ കല്യാണത്തിന് ഉടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ ഉടുത്ത് കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു വൃത്തി മെനയൊന്നും ഉണ്ടാവില്ല. കാര്യം ഇങ്ങനെ കുറച്ച് വണ്ണായിട്ടൊക്കെ തോന്നുമല്ലോ. ഇങ്ങനെ കുഴഞ്ഞ സാരിയല്ല, കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്നത്, കുറച്ചൊരു കട്ടിയുള്ള പട്ടിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഉടുക്കാണ്ടിരുന്നത്. പിന്നെ ബ്ലൗസൊക്കെ ഇനിയിപ്പോൾ വേറെ തയ്പ്പിക്കണം ഉടുക്കുകയാണെങ്കിലും. കാര്യം ബ്ലൗസ് വേറൊക്കെ തയ്ച്ചിട്ട് നമ്മൾ പിന്നീടൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും അതും വെറുതെ ആയില്ലേ എന്ന് വിചാരിച്ച് ഞാനത് അതിനെക്കുറിച്ച് പിന്നെ ചിന്തിച്ചില്ല.
കാര്യം ബ്ലൗസൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് ഹാഫ് കൈയാണ്, പിന്നെ വണ്ണവും ഇപ്പോൾ അതിനേക്കാളും തടിയൊക്കെ വെച്ചില്ല, അതുകൊണ്ട് തന്നെ വണ്ണമൊക്കെ അന്നൊക്കെ മെലിഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ വണ്ണവും ഒരുപാട് അതിനേക്കാളൊക്കെ കൂടിയിട്ടല്ലേ, അപ്പോൾ ബ്ലൗസൊക്കെ വേറെ തന്നെ എടുക്കണം. അപ്പോൾ അതിന് നിന്നില്ല കേട്ടോ. പിന്നെ അന്ന് അതാണ് വേറെ സാരി കൊടുത്തത്. എൻ്റെ വീട്ടിലത്തത് റെഡ് സാരി ആയിരുന്നു കേട്ടോ. അതെനിക്ക് നിർബന്ധമായിരുന്നു, എൻ്റെ കല്യാണത്തിന് ഞാൻ റെഡ് സാരിയേ എടുക്കുകയുള്ളൂ എന്ന് എനിക്കൊരു എന്തോ വാശി പോലെ ആയിരുന്നു. എന്നിട്ട് റെഡ് സാരി തന്നെ കിട്ടി, അതായിരുന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഈ കളറും. അപ്പോൾ അതിന് ശേഷം നമ്മളെ ഡെയിലി വെയറൊക്കെ വെക്കുന്ന അലമാരിയാണ് കേട്ടോ ഇത്. ഞങ്ങൾ രണ്ടാളും ഇത് ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് അധിക സമയം ഉണ്ടായി, കുറച്ച് ഒഴിവാക്കാനും അങ്ങനത്തെയൊക്കെ ഉണ്ടായി വേണ്ടാത്തത്. പിന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി ഒതുക്കി പെറുക്കി വെച്ച് വന്നപ്പോഴത്തേക്ക് നല്ല സമയമായിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പ് വരുന്നുണ്ട്. ഞാനൊന്ന് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അങ്ങനെ ലോറ് നമസ്കാരമൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ദാ 2 മണിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. പിന്നെ പറയാൻ മറന്ന് വാവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസമായി വന്നിട്ട്. കുറേ പേര് വീഡിയോ കാണുമ്പോൾ ചോദിക്കലുണ്ട്, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞേ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ നിൽക്കണ്ട. സമയമുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്കുക, ഇല്ലെങ്കിൽ രാത്രിയോട് കൂടിയിട്ടോ പിറ്റേ ദിവസമോ ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയാൽ മതി കേട്ടോ. പിന്നെ നമ്മളെ പരിപ്പ് കറിയും മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ക്ലീനിങ് വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തോ അതോ എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കണ്ട. നമ്മൾ അടുപ്പിച്ച് നമ്മൾ ക്ലീനിങ് ചെയ്യുന്നില്ല കേട്ടോ. ചെയ്യുന്ന ദിവസം ഞാൻ ക്ലീനിങ് ഡേ എന്ന് പറഞ്ഞിട്ട് ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പല കാര്യങ്ങളും വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ യാത്രാ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക നേരത്തെ ക്ലീനിങ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. നല്ല റിലാക്സ് ചെയ്തിട്ട് നമുക്കൊരു ഹറിബറി ആവാതെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതുപോലെ അടുത്തൊരു ഏരിയ ക്ലീനിങ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ 2 ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറക്കല്ലേ. ലൈക്കിൻ്റെ കാര്യം മറന്നേ പോവല്ല കേട്ടോ. ലൈക്ക് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ ചെയ്യുക, അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മറന്നേ പോവല്ല കേട്ടോ. ലൈക്കും ഷെയറും നിർബന്ധമാണ് കേട്ടോ, അത് മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.